ഞങ്ങൾ തെളിവുകൾ സഹിതമാണ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. പത്തനംതിട്ട ജില്ലയിലാണല്ലോ മുഖ്യമന്ത്രി പ്രസംഗം നടത്തിയത്. പത്തനംതിട്ട ജില്ലയിൽ കോന്നി കെ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചാണ്. 32,000-ലധികം വോട്ട് കെ സുരേന്ദ്രൻ പിടിച്ച സീറ്റിൽ ഇപ്രാവശ്യം അത് BDJS കൊടുത്തു. ശരിയാണോ? റാന്നി ശബരിമല ഇരിക്കുന്ന സീറ്റാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് 2020 എവിടെയുള്ളത്? പത്തനംതിട്ടയിൽ 2020 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് പത്തനംതിട്ടയിലെ റാന്നി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് റാന്നിയിലെ 2020 സ്ഥാനാർത്ഥി പറയാണ് ശബരിമല വിഷയമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല, അതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന്. സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് ആരാ പറയുന്നത്? NDA സ്ഥാനാർത്ഥി. BJP ആ സീറ്റ് 2020 കൊടുത്തിരിക്കുകയാണ്, റാന്നി സീറ്റ്. അപ്പോൾ പറയിപ്പിക്കല്ലേ ഞങ്ങളെ കൊണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് കാസർഗോഡ്, മഞ്ചേശ്വരത്ത്, പാലക്കാട്, മനസ്സിലായില്ലേ, പല സ്ഥലങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥിരം പറയുന്ന വാക്കാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയല്ലേ ചെയ്തത്? കരുവന്നൂരിലെ കൊള്ള, CPM-ന്റെ കൊള്ള, ബാങ്കിലെ കൊള്ള എത്രയാണ്? 300 കോടി രൂപ ED വന്ന് കഴുത്തിന് പിടിച്ചു. അപ്പം നിങ്ങളെല്ലാവരും വാർത്തയിട്ട് എന്താണ് ED പിടിമുറുക്കുന്നു പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ്. അപ്പം ഞാൻ നിങ്ങളോട് അന്നൊരു വാക്ക് പറഞ്ഞു, ED പിടിമുറുക്കുന്നത് തൃശ്ശൂർ സീറ്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിൽ കാണുന്നത് തൃശ്ശൂർ സീറ്റിന് വേണ്ടിയിട്ടാണ് ED പിടിമുറുക്കുന്നത്. CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ് ED പിടിമുറുക്കിയത്. അപ്പോൾ തൃശ്ശൂർ സീറ്റ് നിങ്ങൾക്കറിയാമല്ലോ, പൂരം തല്ലി തകർത്ത് പൂരം അലമ്പാക്കി BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ED എവിടെയെങ്കിലും പിടിമുറുക്കിയ ആ പിടി എവിടെ പോയി? നിങ്ങൾ എഴുതിയ വാക്കുകളാണ്, നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണ് ED പിടിമുറുക്കുന്നു. തൃശ്ശൂർ സീറ്റ് BJP ജയിപ്പിച്ചതിന് ശേഷം എവിടെയെങ്കിലും ED പിടിമുറുക്കിയില്ല. അവിടെ ഒരു ഡീലായിരുന്നു. ആ ഡീല് ഞങ്ങൾ തെളിവ് സഹിതം പറഞ്ഞാൽ ആദ്യം നിഷേധിച്ചല്ലോ. ആദ്യം MR അജിത് കുമാർ എന്ന് പറയുന്ന അഡീഷണൽ DGP മുഖ്യമന്ത്രിക്ക് വേണ്ടി RSS നേതാവുമായി ആശയവിനിമയം നടത്തിയെന്ന് പറഞ്ഞു. ആദ്യം RSS നിഷേധിച്ചു, പിന്നെ ഇവരെല്ലാവരും നിഷേധിച്ചു. പിന്നീട് പറഞ്ഞു കണ്ടാൽ എന്താ കുഴപ്പമൊന്നായി പിന്നീട് ചോദിച്ചത്. അപ്പോൾ ഈ ഡീലൊക്കെ നടന്നാണ്. നേരത്തെ മുഖ്യമന്ത്രിയല്ലേ 1-ാം നമ്പർ കാർ ഉപേക്ഷിച്ച് മസ്കറ്റ് ഹോട്ടലിൽ വന്ന് RSS നേതാക്കന്മാരുമായി ചർച്ച നടത്തിയത്? നിങ്ങൾക്കറിയാലോ. ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ ഇല്ലേ മസ്കറ്റ് ഹോട്ടലിൽ RSS നേതാക്കളുമായി ചർച്ച നടത്തിയതാരാ? പിണറായി വിജയൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട, അദ്ദേഹത്തിൻ്റെ പഴയ മുൻകാല ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. അതേ കോലീബി എന്ന് പറയുക, അതിനേക്കാളും മുമ്പുള്ളൊരു ചരിത്രമുണ്ടല്ലോ. RSSൻ്റെ കൂടി പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത്. 77 അസംബ്ലിയിൽ ജയിച്ചു വന്നത് RSSനോട് പിന്തുണയോടുകൂടിയല്ലേ. അപ്പം ഞങ്ങളെ ചരിത്രമൊന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കേണ്ട. മുഖ്യമന്ത്രിയുടെ ചരിത്രം ഇതാണ്, മനസ്സിലായില്ലേ? ഈ ഡീല് ഞങ്ങൾ പൊളിക്കും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും. കാരണം കേരളം ഈ തെരഞ്ഞെടുപ്പിൽ 2 കാര്യമാണ് തെളിയിക്കാൻ പോകുന്നത്. ഒന്ന്, ഈ 10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. 2, കേരളം മതേതര കേരളമാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ഉറക്കെ ഈ രാജ്യത്തോട് വിളിച്ചു പറയും. ഇത് രണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോണത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഡീലും നടക്കൂല. അല്ലല്ല, ഇപ്പം നിങ്ങളോട് ഞാൻ കുറേ സീറ്റ് പറഞ്ഞില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ. ഇന്നലെ പാലക്കാട് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പം കാസർഗോഡ് പറഞ്ഞു ഇല്ലേ, മഞ്ചേശ്വരം പറഞ്ഞു, റാന്നി പറഞ്ഞു, കോന്നി പറഞ്ഞു. എത്തിയില്ലേ ഇപ്പം അത്രയും? ബാക്കി പറയാം. ഇനിയും കുറേ ഇവർ തമ്മിൽ രഹസ്യമായി നടത്തിയിരിക്കുന്ന ഡീലുകളെ കുറിച്ച് ഇനിയും പറഞ്ഞുതരാം. ബാക്കി കാര്യങ്ങൾ കൂടി